ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുക്കറിൽ നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാം. ബിരിയാണിക്കാണെങ്കിലും ഇതുപോലെ റൈസ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണിയൊക്കെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ 1 കിലോ ഗീ റൈസാണ് എടുത്തത് നെയ്ച്ചോറുണ്ടാക്കാനായിട്ട്. ഇത് ഞാൻ തയ്യാറാക്കുന്നത് 5 ലിറ്ററിൻ്റെ കുക്കറിലാണ്. അപ്പോൾ ഇതുപോലെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റുള്ള കുക്കറാണ് കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, അതിന് ഭാഗമായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സവാള നേർമയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഇത്ര കൂടുതൽ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇത്ര തന്നെ റോസ്റ്റ് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് ഉള്ളി മുഴുവനായിട്ട് കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള പാത്രത്തിൽ 1.5 പാത്രം വെള്ളം, അരിയുടെ 1.5 അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം ഉണ്ട് കേട്ടോ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. അരി ഇട്ട് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്തതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് അരി കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടി കുട്ടയിലിട്ട് വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ കഴുകി കുട്ടയിലിട്ട് വെച്ചതാണ്. ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ റൈസ് തയ്യാറാക്കുന്നത് ഞാൻ മുമ്പ് ബിരിയാണിയുടെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് കരുതിയതാണ്. അരി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം 2 സെക്കൻഡ് കൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ വെച്ചിട്ട് ഞാൻ വേവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറക്കുകയാണ്. നെയ്ച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നെയ്ച്ചോറാണ് കേട്ടോ. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ റൈസും ഇതിലേക്കുള്ള മസാലയും ഒരേ സമയത്ത് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും നട്ട്സും ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കിയിട്ട് സെർവ് ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നെയ്ച്ചോറാണ് കേട്ടോ ഇത്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ചിക്കൻ കടായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റിലാണ് അത്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.